കുട്ടികളായിരിക്കുമ്പോൾ മുതിർന്ന സ്ത്രീകൾ പീഡിപ്പിക്കാത്ത എത്ര ആമ്പിളർ എന്നെ ആരും പീഡിപ്പിക്കും അല്ലേ? പക്ഷേ പിന്നെ എന്നെ ആണുങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിക്കും. സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇന്നും വേഷം ചെയ്യുന്ന ഒരു തന്നെ ഇത് ഓൺ സ്ക്രീനിൽ ഞാൻ പറയാ, ഞാൻ ആദ്യമായിട്ട് പറയാം. ഞാൻ വിടും, ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമായിട്ട് പറയാം. തിരുവനന്തപുരത്ത് വഴുതക്കാട് ഹിന്ദി പ്രചാര സഭയ്ക്ക് അടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു റൂം. ആർട്ടിസ്റ്റ് ആണ്, ദൂരദർശൻ കാലം തൊട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ദൂരദർശൻ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഇപ്പോഴും സീരിയലിൽ മുഖം കാണിക്കുന്ന ഒരാൾ. അയാൾ എന്റെ രഹസ്യഭാഗങ്ങൾ കയറി പിടിക്കാൻ ശ്രമിച്ചു. ഇനി എന്തെങ്കിലും അവർ എന്റെ മുഖത്ത് കാണുമ്പോൾ ഞാൻ പച്ചയ്ക്ക് കണ്ടിട്ടില്ല. പിന്നെ നമ്മളന്ന് വിട്ടല്ലോ, നമ്മളാ ഇൻഡസ്ട്രി വിട്ടല്ലോ, നമ്മളാ ഇൻഡസ്ട്രിയിലേ ഇല്ല. അതോടെ നിർത്തി ഞാൻ ആ പരിപാടി. അന്ന് രാത്രി ഞാൻ ഉറക്കമുളച്ച് കുത്തിയിരുന്നു. ഇവൻ മദ്യപിച്ചിട്ടാ. ഞാൻ ആ റൂമിന്റെ ഒരു കസേര പിടിച്ചിട്ടിട്ട് ആ റൂം തമാശക്കാണെങ്കിൽ ചിലപ്പോ ഇപ്പോഴത്തെ അമ്മമാര് ഇപ്പോഴത്തെ പണ്ടും അങ്ങനെ തമാശക്കായുണ്ടാ. പിറ്റേന്ന് രാത്രിയിലും അവൻ എന്നെ വിളിച്ചത്, മോനെടാ ഇവിടെ കിടക്കാം. ഇപ്പൊ ആണുങ്ങളെ പീഡിപ്പിക്കുന്ന ആണുങ്ങൾ ഈ കാലത്തുണ്ട്. ഞാൻ അനുഭവത്തിന്റെ ഉണ്ടായിരിക്കും അങ്ങനെ. ഇനി പറയാം. കുറച്ച് ഞാൻ ഉറങ്ങുക, കുറച്ച് കഴിയുമ്പോൾ എന്റെ ഇതിലെ കൂടെ എന്തോ ഒരു പാമ്പഴയുന്നത് പോലെ ഒരു സാധനം. ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ അവന്റെ കൈ എത്തി ഇതാ എന്റെ ഈ കാലും അവിടെ ആ ഭാഗം വരെ എത്തി. ഞാൻ ലാപ്ടോപ്പിന്റെ പേര് ചുണ്ട് കടിച്ചു പൊട്ടിച്ചത്. ആരാണ് പൊട്ടിച്ചത്? ഇവിടെ കേരളത്തിലാണ്? കേരളത്തിലല്ലല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുള്ളതാ. അത് ചിലപ്പോ ഉറങ്ങി എണീറ്റപ്പോ തോന്നിയതായിരിക്കും. തലേ ദിവസം രാത്രി പറ്റിയ സംഭവമായിരിക്കും. ആണുങ്ങളെല്ലാം അങ്ങ് പുണ്യവാളന്മാരാണല്ലേ? അതെങ്ങനെയാണ് ഈ ലിപ്ലോക്കില് ചുണ്ട് കടിച്ച് പൊട്ടിക്കുന്നു എന്ന് പറയുന്നത്? അത്രയും ഗാഢമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കാണും, ഒറിജിനാലിറ്റിക്ക് വേണ്ടിട്ട്. ലിപ്ലോക്കിയെ അറിയാത്തവരല്ലോ ആയിരിക്കും. അറിയാത്തവരായിരിക്കാം. ഈ AKMയുടെ നേതൃത്വത്തിൽ ഈ നായകന്മാരന്മാരെയൊക്കെ വിളിച്ച് ഇത്തരത്തിലൊരു ട്രെയിനിങ് നമുക്ക് കൊടുത്താലോ? ഏത് ലിപ്ലോക്ക് ചെയ്യാൻ? അല്ല, പെൺകുട്ടികളോട് എങ്ങനെ ഇടപെടണം? ഇന്നത്തെ നടന്മാർക്കും ഇന്നത്തെ നടിമാർക്കും, ഈ റിപ്പോർട്ടിൽ വരാത്ത നടിമാരുണ്ടല്ലോ, അവർക്ക് നന്നായിട്ട് അറിയാം എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ ചെയ്യണം. അവരെല്ലാത്തിനും സെറ്റിൽ മറ്റുള്ളവരോടൊപ്പം. അത് വിജയ് ബാബുവിൻ്റെ കേസിൽ വന്ന ഇതുപോലുള്ള സാധനമല്ല, ഇതൊക്കെ ഇതിൽപ്പെട്ട സാധനങ്ങളാണ്. കാര്യം അടുത്തൊരു പടത്തിൽ വിളിച്ചില്ല എങ്കിൽ ബലാത്സംഗമാവും. അന്ന് വരെ അവർ തമ്മിലുള്ള പ്രണയമോ അവരുടെ തമ്മിലുള്ള സ്നേഹമോ അവർ തമ്മിൽ ഒറിജിനൽ എന്താ പറയുക ലോഡ്ജ് റൂമുകൾ ഹോട്ടലുകളിൽ പോയി താമസമോ എല്ലാം മറക്കും ഒറ്റ ദിവസം കൊണ്ട്. ഇന്നലെയാണ് വാർത്ത സംഭവം നടന്ന അടുത്തിടയ്ക്ക് എന്താണ്, ഞാൻ ഒരു വാർത്ത വായിച്ച ഒരു പത്രത്തിന്റെ കട്ടിങ് വായിച്ചതാണ്. കേരളത്തിലാ മേസ്തിരിപ്പണിക്ക് വന്ന യുവാവ് പ്രണയം നടിച്ച് വീട്ടമ്മയെ പളനിയിലടക്കം 5 ഇടത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. മേസ്തിരിപ്പണിക്ക് വന്ന യുവാവിന്റെ പ്രായം അറിയോ? പറയുന്നത് കേൾക്കൂ. മേസ്തിരിപ്പണിക്ക് വന്ന യുവാവ് പളനിയിലടക്കം വിവിധ സ്ഥലങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി 5 തവണ പീഡിപ്പിച്ചു. കൂട്ടുകാരിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപയും വാങ്ങി. കേരളത്തിലെ ഈ സ്ത്രീജന കൂട്ടുകാരിക്ക് കൊടുക്കാനെന്നല്ല, കൂട്ടുകാരിയുടെ ട്രീറ്റ്മെന്റിനെന്നും പറഞ്ഞിട്ട്, ചികിത്സയ്ക്കെന്നും പറഞ്ഞിട്ടാണ്. കൂട്ടുകാരിയുടെ ട്രീറ്റ്മെന്റിനൊക്കെ 10 ലക്ഷം രൂപ കടം മേടിച്ചു കൊടുക്കുന്ന മഹാമനസ്കനായ യുവാവിനെ ഞാൻ നമിക്കുന്നു. ഇതാരാണ് പറഞ്ഞത്? പത്രം. ഈ പറഞ്ഞിരിക്കുന്നത് പത്രം. പക്ഷെ അതിലെ ഒരു സ്ത്രീയാണ്. അവൾക്ക് പ്രായം 30 ഇവന് പ്രായം എത്രയാണ്? 24. ഈ 24 വയസ്സുകാരനെ ഭർത്താവ് നാട്ടിലില്ലാത്തൊരു സ്ത്രീ അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതാണ് സത്യം. പ്രായം ഒരു നമ്പർ മാത്രമാണ്. ആയിക്കോട്ടെ. പ്രായം കൂടുന്നവർ പക്വത കൂടുമോ കുറയും? ഉയരം കൂടുന്തോറും ചായക്ക് രുചി കൂടും. ശരി, അത് കൂടിയത് കൊണ്ടാണല്ലോ ഇപ്പൊ കുഞ്ഞു പയ്യന്മാർ വരെ വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ എന്തായാലും പെട്ടെന്ന് നിൽക്കട്ടെ, അത് രണ്ടാമത്തെ കാര്യം. അതാണ് പറയുന്നത്. ഈ സ്ത്രീക്കെതിരെ കേസെടുക്കേണ്ടതല്ലേ? കാരണം ഭർത്താവിനെ വഞ്ചിച്ചു. കേസില്ല. പുതിയ നിയമത്തിൽ പോലും കേസില്ല. ഭർത്താവിനെ വഞ്ചിച്ചു. അന്യ ഒരു പയ്യനെ ചാക്കിട്ട് വളച്ചു പിടിച്ചു. ജോലിക്ക് വന്നവനെ, തമിഴ്നാട് പയ്യനെ, അവനെ ചാക്കിട്ട് വളച്ചു പിടിച്ച് അവന് ആവശ്യമുള്ള എന്തും കൊടുത്ത്, പ്രതിഫലമായിട്ട് കൊടുത്ത്, അവൻ്റെ കൂടെ പളനിയിലും കൊടൈക്കനാലും ഊട്ടിയും ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ കറങ്ങിയിട്ട് അവൻ പീഡിപ്പിച്ചു, കാശ് വാങ്ങി എന്ന് പറയുന്നത് എവിടെ തന്നെയായി? ഈ പണം വാങ്ങിയില്ലായിരുന്നെങ്കിൽ ഇത് പുറത്തു വരില്ലായിരുന്നു. അത് ഇവൾ കൊടുത്തതല്ലേ. 10 ലക്ഷം രൂപ വരെ കൊടുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അവൾക്ക് ബോധമില്ലായിരുന്നോ? അറിവില്ലാത്തവളാണ്, വീട്ടമ്മയാണ്. അവളൊരു പെൺകുട്ടിയല്ല, വിദ്യാർത്ഥിയല്ല. അവളെ പറഞ്ഞ് പ്രലോഭിപ്പിക്കാൻ ഇവന് പ്രായം 40 50 അല്ല. തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം അംഗനവാടി കുട്ടികളായ 2 കുട്ടികളെ പീഡിപ്പിച്ചു. അതും പുരുഷരാ, കുറ്റം പറയാൻ പറ്റില്ല. അല്ല, അത് എല്ലായിടത്തും ഒക്കെ നടക്കുന്നുണ്ടല്ലോ, നേരെ തിരിച്ചും നടക്കുന്നുണ്ട്. അതെന്താ പറയാത്ത? ഒരു ഡോക്ടർ ബംഗാളിൽ പീഡിപ്പിക്കപ്പെട്ടു. ഓക്കെ, ഇതെല്ലാം കറക്റ്റാണ്. പീഡനമൊക്കെ അന്നും ഇന്ന് എപ്പോഴും നടക്കുന്നുണ്ട്. സിമ്പിൾ കാര്യമാണോ? ഇവിടെയും ഞാൻ ആണുങ്ങളെ പീഡിപ്പിക്കുന്നില്ലേ? ആണുങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ ഇല്ലേ? ആൺകുട്ടികളെ
പീഡിപ്പിക്കുന്നുണ്ടോ? ആണുങ്ങളാണ് പീഡിപ്പിക്കുന്നത്. ആണുങ്ങളാണ് പീഡിപ്പിക്കുന്നത്. പെണ്ണുങ്ങൾ, സ്ത്രീകൾ പീഡിപ്പിക്കുന്നില്ല. പീഡനം സ്ത്രീകൾ പീഡിപ്പിക്കുന്നില്ല. ചുരുക്കം ചിലത്. ചുരുക്കമല്ല, ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്നത് സ്ത്രീകളാണ്. അത് പീഡനം. ഇതൊരിക്കലും അത് അവൻ ആസ്വാദനം, അവൻ ആസ്വദിച്ചു. ഇങ്ങനെയുള്ള ചിന്താഗതി മാറ്റണം. ഇതല്ല, ഇഷ്ടമില്ലാതെ ഒരു പെണ്ണ്, എത്രയോ സ്ത്രീകള് കുഞ്ഞ് പോക്സോ കേസിൽ എടുക്കാൻ പറ്റുന്ന 18 വയസ്സുകാലത്ത് ആൺകുട്ടികളെ വെച്ച് ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ആൺകുട്ടികൾക്ക് അത് പീഡനമായിട്ട് തോന്നണ്ടേ? അത് സുഖകരമായ ഒരു അനുഭവമായി അവരങ്ങ് എടുക്കുകയാണെന്നേ. അല്ല, തിരിച്ചും അങ്ങനെയാണ്. സുഖകരമായിട്ട് എടുക്കുന്ന ആരെങ്കിലും കാണുമ്പോഴേ ഉള്ള പ്രശ്നം. അതാദ്യം മനസ്സിലാക്കണം. ഈ പീഡന കേസുകളൊന്നും അന്നത്തെ ദിവസം വരുന്നില്ല. അതെന്താണ് വരാത്തത്? ഇന്ന് പീഡിപ്പിച്ചാൽ, ഇന്ന് ഞാനൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അവൾ ഇന്ന് പരാതി കൊടുക്കണം, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. അതാണ് പീഡനം. അല്ലാത്തതൊന്നും പീഡനമല്ല. രണ്ടുപേര് പരസ്പരം സുഖിച്ചു. ആ സുഖം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടാൽ എൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നൊരു പെണ്ണിന് തോന്നുമ്പോഴാണ് അതൊരു പീഡനവും ബലാത്സംഗമാവുന്നത്. ഇത് കേരളത്തിലാണെന്ന് കൂടുതൽ. കേരളത്തിലെ പെൺകുട്ടികൾക്ക് വെറും എന്താ പറയുക, ഒരു നാണമോ മാനമോ ഇല്ല എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൺകുട്ടികൾക്ക് ഒരു പരിധി വരെ ഉണ്ട്. അവരാരും പറയുന്നില്ലല്ലോ. ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് എന്നെ പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ടോ? പറഞ്ഞിട്ട് എന്താ കാര്യം? കേസില്ല, അതല്ലേ ഉദ്ദേശിക്കുന്നത്. പക്ഷെ കേസ് എടുപ്പിക്കാം. പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി ലൈംഗികമായി അല്ല, ഒരു പെണ്ണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തിരിച്ച് അതേപടി കേസെടുക്കാം. കേസെടുത്തില്ലെങ്കിൽ കോടതി പരമായിട്ട് പോവാം നമുക്ക്. ചേട്ടാ, ഈ മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളു വീണാലും ആർക്കാ കേട്ട്? ഇതാണ് ഞാൻ ഇന്നലെ M5 ന്യൂസിൽ ഞാൻ പറഞ്ഞ വാക്കാണിത്. ഞാൻ കണ്ടില്ല കേട്ടോ, ഞാനത് കണ്ടിട്ടില്ല. ഓക്കെ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളു ചെന്ന് ഇല വീണാലും മുൻപ് ഇലക്കായിരുന്നു, ഇപ്പോൾ അത് മുള്ളിനാണ്. തുമ്പൊടിഞ്ഞു പോകുന്നതാണോ? മുള്ളിന്റെ തുമ്പൊടി, ഒരു മാറ്റവും ഇല്ല. ഇത് സലീംകുമാർ പറഞ്ഞത് ഏതോ സിനിമയിൽ. അത് ഞാൻ കേട്ടില്ല. പൊതുവെ ഇപ്പോൾ സിനിമ കാണുന്നത് കുറവാണ്, അതിനൊരു ടൈം കിട്ടാറില്ല. അതാണ് സത്യം. അല്ലാതെ ഇപ്പോൾ തുമ്പ് മാത്രമല്ല, സലീംകുമാർ തുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മൊത്തം പോവും. പിന്നെ ജീവിതത്തിൽ അവൻ മുള്ള് വർക്ക് ചെയ്യില്ല. അതാണ് സ്ഥിതി. അനുഭവങ്ങൾ ഗുരു, എനിക്കറിയില്ല, എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല. അല്ല, ഉസാനുഭവം ഒരുപാട് രോഗത്തിനുണ്ടാവും. ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ കുഞ്ഞുകാലങ്ങളിൽ കുട്ടികളായിരിക്കുമ്പോൾ മുതിർന്ന സ്ത്രീകൾ പീഡിപ്പിക്കാത്ത എത്ര ആമ്പിളരുണ്ട്? എന്നെ ആരും പീഡിപ്പിച്ചിട്ടില്ല അല്ലേ? പക്ഷേ പിന്നെ എന്നെ ആണുങ്ങൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെ, സീരിയസ്ലി. സീരിയൽ ഇൻഡസ്ട്രിയിൽ ഇന്നും വേഷം ചെയ്യുന്ന ഒരുത്തൻ. ഞാൻ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞ് ജയ്ഹിന്ദ് TV-യിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, ചാനലിലെ പ്രോഗ്രാം അല്ല, സ്ലോട്ട് ആയിരുന്നു. ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ ആദ്യമായി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോ തിരുവനന്തപുരത്ത് ഇത് ഓൺ സ്ക്രീനിൽ ഞാൻ പറയാ, ഞാൻ ആദ്യമായിട്ട് പറയാം. ഞാൻ വിടും, ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമായിട്ട് പറയാ. തിരുവനന്തപുരത്ത് വഴുതക്കാട് ഹിന്ദി പ്രചാര സഭയ്ക്ക് അടുത്തുള്ള ഒരു ലോഡ്ജിലായിരുന്നു റൂം. അന്ന് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന ഒരു വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ റൂം ഷെയറിംഗ് ആയിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് കിടക്കാൻ പ്രത്യേകിച്ച് റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയത് ഒരു ആർട്ടിസ്റ്റാണ് പറഞ്ഞത് അവൻ എന്റെ കൂടെ കിടന്നോട്ടെ എന്ന്. അന്ന് രാത്രി അയാൾ ആർട്ടിസ്റ്റാണ്. ദൂരദർശൻ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് ഇപ്പോഴും സീരിയലിൽ മുഖം കാണിക്കുന്ന ഒരാൾ, അയാൾ എന്റെ രഹസ്യഭാഗങ്ങൾ കയറി പിടിക്കാൻ ശ്രമിച്ചു. അന്ന് ആലോചിക്കണം, ഞാൻ ഈ ഇൻഡസ്ട്രിയെ പറ്റി എനിക്കറിയില്ല. ഞാൻ എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ് അന്ന് ഇത്രത്തോളം പ്രതികരിക്കാൻ ശേഷിയുണ്ട്. അവന്റെ കർണകുനി അടിച്ചാന്ന് പൊട്ടിച്ചെന്നായിരുന്നു. ഇനി എന്തെങ്കിലും അവനെ എന്റെ മുഖത്ത് കാണുമ്പോൾ ഞാൻ പച്ചയ്ക്ക് കണ്ടിട്ടില്ല. പിന്നെ നമ്മളന്ന് വിട്ടല്ലോ, നമ്മൾ ആ ഇൻഡസ്ട്രി വിട്ടല്ലോ, നമ്മൾ ആ ഇൻഡസ്ട്രിയിലേ ഇല്ല. അതോടെ നിർത്തി ഞാൻ ആ പരിപാടി. സീരിയൽ മേഖലയെ നിർത്തി, ടെലിവിഷൻ മേഖലയിൽ ഇങ്ങനെയുള്ള സാധനമേ നിർത്തി. അന്ന് രാത്രി ഞാൻ ഉറക്കമുളച്ച് കുത്തിയിരുന്നു. ഇവൻ മദ്യവെച്ചിട്ടാ. ഞാൻ ആ റൂമിന്റെ ഒരു കസേര പിടിച്ചിട്ടിട്ട് ആ റൂമിൽ തമാശക്കാണെങ്കിലും ചിലപ്പോ ഇപ്പോഴത്തെ അമ്മമാര് ഇപ്പോഴും അല്ല പണ്ടും അങ്ങനെ തന്നെ തമാശക്കായുണ്ടാ. പിറ്റേന്ന് രാത്രിയിലും അവൻ എന്നെ വിളിച്ചത്, മോനെടാ ഇവിടെ കിടക്കാന്ന്. ഞാനവിടെ പോയിട്ട് അന്ന് മേക്കപ്പിൽ അസിസ്റ്റന്റ് വന്ന ഒരു കൊല്ലത്തുള്ള ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടന്റെ കൂടെ പിന്നെ റൂമിൽ കിടന്നിട്ട് എനിക്ക് ഇവനോട് പറയാൻ വയ്യ. ഇത് ആരോടെങ്കിലും പറയാം. ഞാൻ ചോദിച്ചോട്ടെ, ഇത് ആരോടും എനിക്ക് അന്ന് പറയാൻ തോന്നുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പുറത്താവും. ഞാൻ വലിയ സ്വപ്നം കണ്ടിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ വന്നേക്കാം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തത്, ഈ മേക്കപ്പ് കൊടുത്തേക്കുന്ന 4 പേരുടെ റൂമിൽ ഞാൻ പോയി കിടന്നു. രാത്രിയായിട്ട് ഉറക്കം വരുന്നില്ല. അപ്പൊ ആണുങ്ങളെ പീഡിപ്പിക്കുന്ന ആണുങ്ങൾ ഈ കാലത്തുണ്ട്. ഞാൻ അനുഭവത്തിന്റെ പുറത്താണ്. ഇനി പറയാം. അതും കഴിഞ്ഞു കുറച്ചും കൂടി എനിക്കൊക്കെ നേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സമയത്ത്, കുറച്ചൊരു 10-24 വയസ്സുള്ള സമയത്ത്, ഞാൻ അന്നൊരു ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുക. ഞാൻ ജോലിയും കഴിഞ്ഞ് സാധാരണഗതിയിൽ ബൈക്ക് കൊണ്ടുവന്ന് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എടുത്ത് പേയാൻ പാർക്കിൽ വെച്ചിട്ട് ബസ് കയറിയാണ് പോവാ. തിരിച്ചു വന്ന് ഞാൻ ബൈക്ക് എടുക്കുമ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ബൈക്ക് സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ബസ് സ്റ്റാൻഡിൽ 12 മണി 1 മണിയായി. ബസ് സ്റ്റാൻഡിൽ വന്ന് ചോദിച്ചപ്പം പറഞ്ഞു പുനലൂർ ഭാഗത്തേക്ക് രാവിലെ 5 മണിക്ക് ഇനി ബസ്സുള്ളൂ. വേറെ നിവർത്തിയില്ല, എനിക്ക് വിളിക്കാനോ 1 മണിക്ക് നമ്മൾ ആരെയും വിളിക്കാം. ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന്
ഇരിക്കാൻ തീരുമാനിച്ചു. ഞാൻ അന്ന് മറ്റേ ഈ കോൺക്രീറ്റ് കസേരകളുണ്ടല്ലോ അതിന്റെ ഒരറ്റത്തിരുന്നപ്പോ മാന്യനായ ഒരു മനുഷ്യൻ ഇൻസേർട്ട് ഒക്കെ ചെയ്തൊരു ബാഗ് തൂക്കി എന്റെ അടുത്ത് വന്നിരുന്നു. കുറച്ച് ഞാൻ ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ഇതിലെ കൂടെ എന്തോ ഒരു പാമ്പഴയുന്നത് പോലെ ഒരു സാധനം. ഞാൻ ഉണർന്ന് നോക്കുമ്പോ അവന്റെ കൈ എത്തി ഇതാ എന്റെ ഈ കാലും അവിടെ ആ ഭാവം വരെ എത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഇയാള് മുഖം അങ്ങ് തിരിച്ചു. എന്നിട്ട് ഇവന്റെ കൈ മാറുന്നില്ല, അവന്റെ മുഖം മാറുന്നില്ല. ഞാൻ പതുക്കെ അങ്ങോട്ട് എന്നിട്ട് നമ്മൾ നല്ല ഒന്നര കൊല്ലം തിരുവനന്തപുരം ഭാഷയിൽ 2 വർത്താനം പറഞ്ഞപ്പോ ആശാൻ എഴുന്നിട്ട് സോറി ഒറ്റപ്പോ. അത് കുറച്ചുപേര് ഉണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാല് അപ്പൊ ആൺകുട്ടികളിവിടെ പീഡിപ്പിക്കപ്പെടുന്നത് ആണുങ്ങളെ കൊണ്ടും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് തിരിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു വിഷയം ഉണ്ടായല്ലോ, പെൺകുട്ടിയെ പീഡിപ്പിച്ച പെൺകുട്ടികളെ തന്നെ പീഡിപ്പിച്ച സ്ത്രീയെ ഇപ്പോൾ ഇടയ്ക്ക് കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു ഡയറക്ടർ ഷോർട്ട് ഫിലിം എന്തെടുത്തതാണ്, ഒരു യുവാവിനെ വെച്ചിട്ട് ഭയങ്കര വിഷയമായി, കേസൊക്കെ ആയിട്ട് അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. വലിയ വിഷയമൊന്നും ഉണ്ടായില്ല. പക്ഷേ അവിടെയും അവർ സ്ത്രീയാണ് ഡയറക്റ്റ് ചെയ്തത്. അതിൽ അഭിനയിക്കാൻ വിളിച്ച നടനായിട്ടുള്ള അതിലെ മെയിൻ വേഷം ചെയ്യുന്ന യുവാവിനെ ഇവരിൽ ശാരീരികമായിട്ട് അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. അത് അറിഞ്ഞില്ല, വളരെ ന്യൂസായി. ഇത് എല്ലായിടത്തും പീഡനങ്ങളും പീഡന ശ്രമങ്ങളും ഒക്കെ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പൊ എന്റെ ഭാഗത്ത് വേറൊരാൾ ഇത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നോക്കൂ, ഈ സ്വർഗ്ഗരതി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ സീരിയൽ ആർട്ടിസ്റ്റിനൊപ്പം കഴിയുന്നെങ്കിൽ ചിലപ്പോൾ അവരത് ആസ്വദിക്കും. എനിക്കിത് ബുദ്ധിമുട്ടായതുകൊണ്ടും എനിക്കിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, ഇയാൾ മദ്യപിച്ചിരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ സെറ്റിൽ വലിയ പ്രശ്നമുണ്ടോ, ഞാൻ ഇറങ്ങും, പുറത്തിറങ്ങും, പ്രശ്നമാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇയാൾ മദ്യപിച്ചിട്ട് എടുക്കണം, ഞാൻ തെളിയിൽ കട്ടിലിട്ടിട്ട് ഞാൻ അവിടെ പോയി കസ്റ്റഡിയിലിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ആ റൂമിൽ തന്നെ കുളിച്ചിറങ്ങി ഉറക്കത്തിലാണ്. ഞാൻ എന്നിട്ട് എന്നോട് മോനെ നീ പോവാണോ? ഞാൻ പറഞ്ഞു ആ പോവാ. നിന്റെ ആദ്യത്തെ വർക്കല്ലേ? ആണ്. എന്റെ കവറിൽ മൂകാംബികയിൽ നിന്ന് കൊണ്ടുവന്ന സിന്ദൂരം ഇരിപ്പുണ്ട്, എടുത്ത് നെറ്റിൽ തൊട്ടിട്ടു. ഞാൻ എന്താ അവന്റെ ഭാര്യയും. ഇന്നും കേരളത്തിലെ പ്രമുഖ ചാനലിൽ അവൻ അഭിനയിക്കുന്നു. അവനെ കാണുമ്പോൾ ഞാൻ ചാനൽ മാറ്റും. അന്ന് അതിന്റെ തീവ്രത എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഇത് എല്ലാം സ്ത്രീ പെൺകുട്ടികളും തമ്മിൽ പരസ്പരം ഇതുണ്ടല്ലോ. പെൺകുട്ടികളാണ് കൂടുതലുള്ളത്. അതെനിക്കറിയില്ല, കൂടുതൽ മരുന്ന് നമ്മുടെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളെല്ലാം സ്വർഗ്ഗ ഉണ്ടെന്നാണ്. എല്ലാം ഒന്നും പറയല്ലേ ദേവി, ഭൂരിഭാഗവും അങ്ങനെ ഭൂരിഭാഗം ഒന്നും പറയരുത്. വളരെ കുറച്ച് മാത്രമേ മാറിയിരിക്കുന്നുള്ളൂ. അത് ആൺകുട്ടികൾ തമ്മിലുള്ളതും ഉണ്ട്. വളരെ കുറച്ചാ. ഇതുപോലെയൊക്കെ അപൂർവം. ഫോൺ എടുക്ക്, ഫോൺ അവിടെ മാറ്റി വെച്ചേക്കാം. ഇത് ക്യാമറ ഓഫ് ചെയ്യട്ടെ, ഞാൻ വെബ്സൈറ്റ് എടുത്ത് കാണിച്ചു. തീർച്ചയായും അടുത്ത പിള്ളേർക്ക് അറിയാതെ അവർ കാണിച്ചു തരും ഏത് സൈറ്റിൽ എന്ത് കിട്ടും. കാരണം ഈ കേന്ദ്ര സർക്കാർ നിരോധിച്ചാലും നിരോധിക്കപ്പെടാത്ത സൈറ്റുകൾ ഇപ്പോഴും ഉണ്ട്. ആണുങ്ങളാണ് തമ്മിലുണ്ട്, പെണ്ണും തമ്മിലുണ്ട്. ഇത് ആര് ചെയ്യുന്നില്ല എന്ന് നമുക്ക് അറിയാത്തതേ ഉള്ളൂ. ഇത് നമ്മൾ അതിന്റെ പുറകെ പോകുന്നില്ല, സെർച്ച് ചെയ്യുന്നു. അതാ നോക്കൂ, ചിലർക്ക് ചില ആസ്വാദന തലങ്ങൾ കിട്ടുന്നു, പരസ്പരം പ്രശ്നമില്ലെങ്കിൽ അവരെന്തെങ്കിലും കാണിക്കട്ടെ. ഇന്നത്തെ കാലം അതാണ്. നോക്കൂ, ഒരു കാലത്ത് നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കണ്ടിരുന്നത് ഒരു വല്ലാത്ത മുഖമായിട്ടാണ്. ഇന്ന് അവർക്ക് സമൂഹത്തിൽ കിട്ടുന്ന അംഗീകാരം വലുതല്ലേ? അവർക്കാണ് അംഗീകാരം കൂടുതൽ. അവര് അടുത്ത നിയമസഭയിലേക്ക് സീറ്റ് ചോദിക്കാൻ പോവാ. ഇടതുപക്ഷവും വലതുപക്ഷവും നേതാക്കന്മാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ സീറ്റ് ചോദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പാണ്. സംവരണം കിട്ടുമെന്ന് വരണം, ഉറപ്പാണ്. കൊച്ചി മെട്രോയിൽ അവർ ജീവനക്കാരാ, മെട്രോ ഓടിക്കുന്ന ജീവനക്കാരുണ്ട്, ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി സംഘടനകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഇലക്ഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുക, സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ സ്ത്രീകൾക്ക് സംവരണത്തിന്റെ ആവശ്യമുണ്ടോ?